ഹലോ ഗൈസ്, വെൽക്കം ടു അൻഡാത്താസ് ബ്ലോഗ്. സുഖരാനൊക്കെ എല്ലാവർക്കും. പിന്നില്ലേ, ഞാൻ കോളേജിൽ പോകട്ടോ. ഇന്ന് റിപ്പബ്ലിക് ഡേ അല്ലേ, അപ്പോൾ എനിക്ക് നേരത്തെ എത്തണം. ഇപ്പോൾ 5:30 ആയി, ലേറ്റായി സംഭവം. ഞാൻ സാധാരണ 5 മണിക്ക് എണീക്കലിൻ്റെ ശേഷം 5:30 അല്ല 5:40 ഞാൻ വേഗം പോയി മാറ്റിയിട്ട് വേഗം പോട്ടെ കേട്ടോ. ഇവിടെ താട്ടോ എല്ലാരും ഉണ്ട്. ഇവിടെ ഒക്കെ ഇരിക്കുന്ന പണിഷ്മെന്റ് കിട്ടാനുള്ള പരിപാടിയാ. സൗണ്ട് ഉണ്ടാക്കിയിട്ട് എല്ലാരും ഇൻട്രോവേർട്ട്. അതാ ഇൻട്രോവേർട്ട്. തെരതോ ലോകത്താ മിസ്റ്റർ സാൻഡ യൂട്യൂബറാ. ഒക്കെ പോവയില് ആയിരുന്നു. ഡീസന്റ് ആവട്ടെ എന്നോള് ആയില്ലേ. അപ്പൊ ഞാൻ പോവാ. ബൈ ബൈ. അങ്ങനെ ഗൈസ്, നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോട്ടോ. എൻ്റെ ഫ്രണ്ട് അനാമിക ഇന്ന് വണ്ടേറ്റ് വന്ന്, അപ്പോൾ ഓളെ കൂടെ പോകും താഴെ വരെ. ഓസിക്ക് പോ. ഇവിടൊക്കെ ഓസിക്ക് പോണത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ കേറി. ഇതാട്ടോ ഗൈസ്, ഇവിടെ അമ്മ എന്നും വരും കേട്ടോ ഈ നായി ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട്. അമ്മ അതിനായിട്ട് വാങ്ങിച്ചെന്ന് പാർലേജി ബിസ്ക്കറ്റ്. എന്നും വരും ടൈമിലായാൽ. പിന്നെ ഇനിയും കുറേ വരാണ്ടില്ല അമ്മ, 2-3 വരും. 9 മണിയാകുമ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് വരും. ചുട്ടു ചപ്പാത്തി തരും. അമ്മല്ലേ ചപ്പാത്തി ഉണ്ടാക്കും, എന്നിട്ട് അപ്പൊ തന്നെ കൊടുക്കും. അവിടെ തണുത്തല് മാറ്റിയേക്കും തണുപ്പാൻ വേണ്ടിട്ട്. എന്നിട്ട് കൊടുക്കും. എന്നും വരും കേട്ടോ. ഒരു പൂച്ച ഉണ്ടായിരുന്നു പോയി, ആ ബ്ലാക്ക്, മറ്റേ കഴിഞ്ഞ വീട്ടിൽ ഞാൻ കാണിച്ചല്ലോ. ഇപ്പൊ വരും. പാല് കൊണ്ടുവന്നു കഴിഞ്ഞാല് പാല് അതിനും കൊടുക്കും. പാല് വന്നില്ലല്ലോ, ഏട്ടൻ വന്നിട്ട് വേണം കൊണ്ടുവരും. അപ്പൊ വരും കുറച്ച് കഴിഞ്ഞാല്. 2-3 പട്ടികളും വരും. പിന്നെ ബിസ്ക്കറ്റിന് വേണ്ടിട്ട്, ചപ്പാത്തിക്ക് വേണ്ടിട്ട് രാവിലെ വരും. പാർലേജ് വാങ്ങി വെച്ചിട്ടുണ്ട് അമ്മ. എന്നിട്ട് കടിക്കാന് കടിക്കാല്ലേ കേട്ടോ. മീൻസ് നമ്മളെവിടെ കണ്ടാലും കടിക്കൂല, പോവും. അല്ല ഇവിടെ വന്നിരിക്കോ, കിടന്നുറങ്ങും ഒക്കെ, പക്ഷെ കടിക്കൂല. വീട്ടിലുള്ള ആരും കടിക്കൂല. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്നാല് എനിക്ക് ചെരുപ്പിയൊക്കെ കൊണ്ടുപോയി. പക്ഷെ ഇവിടെ ഒന്നും കൊണ്ടുപോകില്ല. പുതിയ ചെരുപ്പ് ഞങ്ങൾ അവിടെ വാങ്ങി. പുതിയ പുറത്തന്നെ ഞങ്ങളെ വെക്കാശൊന്നും കൊണ്ടുപോകില്ല. നല്ല നായ്ക്കള്. താങ്ക് യു നായിക്ക് നായിന്ന് പറയില്ല. ഡോഗി പോയി കഴിച്ച് അത് പോവാ. ഇപ്പൊ ഇരുന്ന് അവിടെ ചപ്പാത്തി ചപ്പാത്തി കിട്ടൂല. പൈക്ക ഉണ്ടാക്കൂ ചപ്പാത്തി. ഇപ്പൊ ഉണ്ടാക്കൂ ചപ്പാത്തി. കുറച്ച് കഴിഞ്ഞിട്ട് വരിട്ടാ. പോയില്ലേ. ഞാനില്ലേ ഇന്ന് കോളേജിൽ നിന്ന് എന്താ കൊണ്ടുവന്ന അമ്മയ്ക്ക്? ലഡു കൊണ്ടുവന്നില്ല. ലഡു 2 കിട്ടിയ 2 ഞാൻ കഴിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ, അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലഡു. വേറെ എന്താ ഉണ്ടെന്ന് ഞാൻ ലീവ് എടുത്ത് എല്ലാരും കൂടി വീട്ടിൽ ലഡു കൊണ്ടുപോയിട്ട് വിചാരിച്ചിട്ട് വെറുതെ അമ്മയ്ക്ക് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് അമ്മ ലീവ് ഇട്ട. വെറുതെ പറയുന്നുണ്ടല്ലേ.
ഞാൻ അമ്മയ്ക്ക് ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ഉപ്പിലിട്ട. അമ്മയ്ക്ക് അധികം എന്താ രസം നെല്ലിക്ക അല്ലേ? നെല്ലിക്ക ഒന്ന് അത്ര ആയില്ലേന്നു. അപ്പം ഞാൻ മാങ്ങ ആ ടീച്ചറിൻ്റെ പല്ല് പിടിക്കിട്ട് ഞാൻ ഇന്നലെ ബീച്ചിൽ നിന്ന് ഐസുരുതി കഴിച്ചു. അതിൽ മൊത്തം ഞാൻ മധുരം ഇടണ്ടെന്ന് പറഞ്ഞിട്ട് മാങ്ങി മാത്രമുള്ളിരുന്നു. ഞാൻ കോളേജിൽ നിന്നും കഴിച്ചു. ഒന്നും കഴിച്ചില്ല. ഞാൻ ഫ്രണ്ടിൻ്റെ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ചിട്ടുള്ളൂ. എൻ്റെ പല്ല് നിന്നിട്ട് അച്ഛൻ കഴിക്കൂല. ടേസ്റ്റ് കഴിക്കാൻ വയ്യ. പുളിയില്ല. പുളി അധികം പുളിയില്ലല്ലോ. നല്ല ടേസ്റ്റ് ഇല്ല. നല്ല ആയിട്ടുണ്ട്. ഇത് നല്ല ആയിട്ടുണ്ട്. ഇപ്പോഴും പല്ല് ലഡു ലഡു നാളെ കഴിക്കാം. നാളെ കോളേജിന് വരെ കിട്ടൂ. നമുക്ക് ഞാൻ വാങ്ങിത്തണ്ട്. വേണ്ട. എന്താ നീ വാങ്ങി തന്നാലോ? എനിക്ക് പിരിയ അറിയില്ല. ഞാൻ പോയിട്ട് വാങ്ങാം. ആയിക്കോട്ടെ, അമ്മ പോയി വാങ്ങും കേട്ടോ. നാളെ ലഡു എല്ലാവരും വെയിറ്റ് ചെയ്യണേ. നാളെ അമ്മ പോയി ലഡു വാങ്ങും കേട്ടോ. ഞാൻ വാങ്ങാൻ വിചാരിച്ചിരുന്നു. ഇവിടെ എത്തിയപ്പോൾ മറന്നുപോയി. സാരില്ല. ഇപ്പം നമ്മ പോയി ഭക്ഷണം ഉണ്ടാക്കിക്കോ. ഞാൻ പോയിട്ട് എനിക്ക് കുറച്ച് എഴുതാണ്ട് പോയി എഴുതട്ടെ. അസൈൻമെൻറ്റ് എഴുതാണ്ട്. ഓക്കെ. ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാ. കറി എന്താ? കറി പരിപ്പുണ്ട്, കൈപ്പാന് വറുവ ഉണ്ട്, പിന്നെ ചപ്പാത്തി പരിപ്പ് വറുവ ഭുജി ഉണ്ടാക്കാം. ഭിണ്ടൊക്കെ നോക്കട്ടെ. ഓക്കെ എന്നാ ഞാൻ പോട്ടെ. നമുക്കിനി ഫുഡ് ഉണ്ടാക്കിയിട്ട് കാണാം അല്ലമ്മ? ചപ്പാത്തി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി രാവിലത്തെ അമ്മ. ഇന്നെല്ലാവരും പോയില്ലേ? ഇന്നെൻ്റെ ബീച്ചിൽ പോയി. പിന്നെ എല്ലാവരും എന്നാൽ രാവിലെ നേരത്തെ പോയി. ഏട്ടനും പണിക്ക് പോയി. ഞാൻ പോയില്ല. അമ്മ പോയില്ല. അമ്മയും അച്ഛനും പോയില്ല കേട്ടോ. എന്നാലും പോയില്ല. ഓക്കെ ഓക്കെ ബൈ 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 ഗൈസ്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകട്ടോ. ഇന്നിൻ്റെ വീഡിയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിട്ടുണ്ടാവുക. അത് എന്താണ് സംഭവം? ഇന്ന് തീരെ നേരം കഴിഞ്ഞു. ടൈം കഴിഞ്ഞു. മീൻസ് രാവിലെ ഞാൻ ലേറ്റ് ഒക്കെ എണീച്ച് 5:40 ഇങ്ങനെ ആയിട്ടുണ്ട്. സംഭവം എന്നും 6:20 ഇറങ്ങും ഞാൻ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന് നേരത്തെ എണീക്കും. 5 മണിക്ക് എന്തായാലും എണീക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് എണീച്ചേ 5:40. ഞാൻ 20 മിനിറ്റ് കൊണ്ടാണ് റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പെട്ടെന്ന് ഇറങ്ങി. ചായ ഒന്നും കുടിച്ചില്ല. നല്ല ലേറ്റായി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ കോളേജിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വീഡിയോ എടുത്ത് അയച്ചു. അങ്ങനെ അതൊക്കെ ആഡാക്കി. അല്ലെങ്കിൽ ഇന്ന് തീരെ വീഡിയോ കിട്ടൂലായിരുന്നു. ഇന്ന് തീരെ ടൈം കിട്ടില്ല. പിന്നെ വന്നപ്പോഴും മീൻസ് ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു മൂഡ് കിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് പിന്നെയും ഞാൻ ഉറങ്ങി. അങ്ങനെ പിന്നെ വൈകുന്നേരം ഞാൻ എണീക്കുന്നത്. ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല രാവിലെ. ഞാൻ വൈകുന്നേരമാണ് ഉറങ്ങി എണീച്ചപ്പോൾ തന്നെ പിന്നെ അമ്മ ചായ ഉണ്ടാക്കി. ചായ അടിച്ച് പിന്നെ നൈറ്റ് ഫുഡ് കഴിച്ചു. നൈറ്റ് ചപ്പാത്തി, പിന്നെ ചോറുണ്ടായിരുന്നു, പിന്നെ കറി ഒന്നും ഉണ്ടാക്കിയില്ല. രാവിലത്തെ കറി ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാം. 12 മണിയായി. അടുത്ത വൈകിട്ട് നാളെ കോളേജിൽ അപ്പോൾ പോകണം. നേരത്തെ പോകണം. അപ്പോൾ ഇന്നും ലേറ്റ് ആകും തോന്നി. അപ്പോൾ നേരത്തെ പോകണം. പിന്നെ ചിലർ പറഞ്ഞതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല ചില ടൈം. എന്താ അറിയോ? ഞാൻ രാവിലെ എങ്ങാനും വീഡിയോ എടുക്കുകയാണെങ്കിൽ മെല്ലെ ആവും പറയാം. എല്ലാവരും ഉറങ്ങുന്നുണ്ട്. പിന്നെ അതേമാതിരി നല്ല രാത്രി ആയാൽ എല്ലാവരും ഉറങ്ങും. അപ്പോൾ പിന്നെ ഒച്ചത്തിൽ പറഞ്ഞാൽ ഒരെണീക്കല്ലോ. അതുകൊണ്ട് ഞാൻ മെല്ലെ പറയാം. ഇപ്പോൾ അച്ഛനൊന്നും ഉറങ്ങിയില്ല. അതാണ് ഞാൻ പിന്നെ കുറച്ച് ഒച്ചത്തിൽ പറയുന്നത്. പക്ഷെ അമ്മയൊക്കെ ഉറങ്ങി കേട്ടോ. അതുകൊണ്ടാണ് ചില സമയത്ത് സൗണ്ട് വരാൻ. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞിട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യണം. ബൈ ബൈ.